ഹലോ, ഇന്നത്തെ വിഷയം കുട്ടികളെ തലയിലെ പെയിനാണ് കേട്ടോ. എന്നോട് കുറേ അമ്മമാർ എന്നോട് ഇങ്ങനെ സങ്കടം പറയാറുണ്ട്. ഞങ്ങൾ എങ്ങനെ നോക്കി കൊടുത്തിട്ടും പെയിൻ ദിവസം കൂടുക എന്നല്ലാതെ കുറയണില്ല. പിന്നെ കെമിക്കൽ ട്രീറ്റൊക്കെ ചെയ്യാൻ ഞങ്ങൾക്ക് പേടിയാണ്. അപ്പോൾ ചേച്ചി ഒരു ഹോം റെമഡി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരുമോ, എന്താ ഉള്ളതെന്ന് എന്നോട് ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതൊരു നല്ലൊരു റെമഡിയാണ്, വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം റെമഡിയാണ് കേട്ടോ. നമ്മളെ പേരയ്ക്ക ഇല ഉണ്ടല്ലോ, ഈ പേരയ്ക്ക ഇല എടുത്ത് നന്നായിട്ട് കഴുകി, അതിൽ എട്ടുകാലിയൊന്നും ഉണ്ടാവരുത്, അതൊക്കെ നോക്കി നന്നായിട്ട് കഴുകിയിട്ട് ഒരു 5-8 എണ്ണമൊക്കെ എടുക്കാം. പിന്നെ തലമുടിക്ക് അനുസരിച്ചിട്ട് കുട്ടികൾ ചിലർക്ക് കൂടുതൽ ഹെയർ ഉണ്ടാവും, ചിലർക്ക് കുറവായിരിക്കും. അതിനനുസരിച്ചിട്ട് നമുക്ക് ഇലേൻ്റെ എണ്ണ എടുത്താൽ മതി, കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുത്താൽ മതി. ഈ ഇലേൻ്റെ ഒപ്പം തന്നെ ഇഞ്ചിയും ചേർക്കുക. പേരയ്ക്ക ഇല, ഇഞ്ചി, അതേപോലെ തന്നെ കുറച്ച് തുളസി, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് അത് പേസ്റ്റ് പോലെയോ അല്ലെങ്കിൽ അതിൻ്റെ ചാറ്, വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. ഇഞ്ചിയൊക്കെ ചേർക്കുമ്പോൾ തന്നെ ഇഞ്ചിയിൽ തന്നെ ഉണ്ടാവും വെള്ളം. പിന്നെ പേരയ്ക്ക ഇലയിലും ചെറുതായിട്ട് ചാറൊക്കെ കിട്ടും, വെള്ളം ചേർക്കരുത്. അത് എത്ര കിട്ടും അത്ര എടുത്താൽ മതി. അത് നന്നായിട്ട് ഒരു കോട്ടൺ വെച്ചിട്ട് സ്കാൽപ്പിൽ നല്ല തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ കെട്ടി വയ്ക്കുക. കെട്ടി വെച്ചതിന് ശേഷം അത് നന്നായിട്ട് വാഷ് ചെയ്യുക. നന്നായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം മുടി നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഒരു പേന് ഇരുന്ന കോമ്പെടുത്തിട്ട് നന്നായിട്ട് അത് കോമ്പ് ചെയ്ത് കഴിഞ്ഞാൽ പേനൊക്കെ ചത്തിട്ടുണ്ടാവും, എല്ലാതും ഈരും പേനും ചത്തിട്ടുണ്ടാവും, എല്ലാം ഫുള്ളായിട്ട് അങ്ങ് വരും. അത് ആഴ്ചയിൽ ഒരു വട്ടോ, അല്ലെങ്കിൽ ടൈം ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ക്ലാസ്സിലൊക്കെ പോകാനുണ്ടാവും, പഠിക്കാനുണ്ടാവും, അപ്പോൾ ടൈം ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യുക. ടൈമുള്ള കുട്ടികൾക്കാണെങ്കിൽ ആഴ്ചയിൽ ഒരു 2 വട്ടമെങ്കിലും ചെയ്താൽ മതി. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പെയിൻ ഫുള്ളായിട്ട് അങ്ങ് പോവും. പിന്നെ ഈരുകൾ ചത്തുപോയിട്ടുണ്ടാവും, പിന്നെ അവർ വിരിഞ്ഞ് പിന്നെയും പെയിൻ ആവാനുള്ള ചാൻസ് ഉണ്ടാവില്ല. പിന്നെ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ കുട്ടികൾ ഫ്രീ ഉള്ള സമയത്ത് നമുക്ക് ആ ഈരിനൊക്കെ വലിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ തല ക്ലീൻ ആവും. പിന്നെ കുട്ടികളല്ലേ, നമ്മൾ എങ്ങനെ നോക്കി കൊടുത്താലും എന്തൊക്കെ കെയർ ചെയ്താലും സ്കൂളിൽ പോയി വരുമ്പോൾ വേറെ കുട്ടികളുടെ അടുത്തുനിന്നെങ്കിലും അത് പകർന്ന് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിങ്ങനെ മാസത്തിലൊരിക്കലും പെയിൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതിങ്ങനെ ചെയ്തേ കൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ല തന്നെയാണ്. ഇതിങ്ങനെ ചെയ്തു വരികയാണെങ്കിൽ സ്കാൽപ്പ് ക്ലീൻ ആയിട്ടുണ്ടാവും, ഈവൻ ഡാൻഡ്രഫും കൂടി കുറയും. ഇത് വീട്ടിൽ കുട്ടികൾക്ക് ചെയ്ത് നോക്കൂ, എന്നിട്ട് റിസൾട്ട് എനിക്ക് കമൻസിൽ അയയ്ക്കുക. അതേപോലെ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനിയും ഇതുപോലത്തെ ടിപ്സുമായിട്ട് ഇനിയും ഞാൻ വീഡിയോസ് ചെയ്യുന്നതാണ്.